എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും വേറെ ഏതൊരു ജനറേഷനെ വെച്ച് നോക്കിയാലും ഒരു യുണീക്നെസ് കൊണ്ടുവരുന്ന ടീമാണ് നമ്മുടെ ജെൻസി കുട്ടികൾ അല്ലെ. അവർക്ക് എല്ലാ കാര്യത്തിലും അവരുടേതായ ഒരു പ്രത്യേകത. ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ അവരൊരു ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കണതാണ്. നമ്മളൊക്കെ എപ്പോൾ നിന്നാലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതിയെ വരുള്ളൂ. ഇവര് സ്വന്തമായിട്ട് ഇവർക്കൊരു ഡിക്ഷണറി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? പല വാക്കുകളുടെ അർത്ഥവും നമുക്ക് ആ വാക്കിൽ നിന്ന് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മുൻപ് കാലത്ത് അങ്ങനെ വല്ല ആക്ഷൻ കൊണ്ട് സംസാരിക്കോ കോഡിൽ കൂടെയൊക്കെ സംസാരിച്ചിരുന്നത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലുള്ളവരായിരുന്നു. പക്ഷേ ഇവർക്കിപ്പോ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കോ കോഡൊന്നും വേണ്ട. ഇവർ ഈ ഉപയോഗിക്കുന്ന വാക്ക് വെച്ചിട്ട് തന്നെ അങ്ങ് സംസാരിച്ചു കളയും. അപ്പോൾ ഒരു 6ാം ക്ലാസ്സുകാർ പറയാണ് നിങ്ങളുടെ കാലത്തൊക്കെ സിറ്റുവേഷൻഷിപ്പ് ഉണ്ടോന്ന്. നമ്മൾ ഈ റിലേഷൻഷിപ്പും അതുപോലെ പാർട്ട്ണർഷിപ്പും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും സിറ്റുവേഷൻഷിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാക്കാണ്. ഇത് കൂടുതലായിട്ട് നമ്മുടെ ജെൻസിയിലുള്ള സീനിയർ കുട്ടികളല്ല, പരമാവധി നമ്മുടെ ജൂനിയേഴ്സ് ആണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. സീനിയർ കുട്ടികൾക്ക് മിക്കവാറും പേർക്കും ഇത്തരം വാക്കുകളെ കുറിച്ച് വലിയ അവയർനെസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് സംസാരിച്ചതെന്ന് മനസ്സിലായത്. അപ്പോ നമ്മൾ പാരൻസിനോടാണ് പറയുന്നത്, നിങ്ങൾ എങ്ങനെ നമുക്ക് ഒരു മാസം കൊണ്ട് വെളുക്കാം, എങ്ങനെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്തിൽ നിന്നും കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് പുതിയ വാക്കുകൾ കൂടി പഠിക്കാൻ, പ്രത്യേകിച്ച് ജെൻസി കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പുതിയ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ അവർ നമ്മളെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ വടിയാക്കി കളയും. കാരണം അവരുപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയില്ല. അവർക്ക് തമ്മിൽ പറയാനുള്ള കാര്യം ഭംഗിയായിട്ട് പറയുകയും ചെയ്യും. Let light shine out of darkness.